ഹായ് എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഡോക്ടർ സ്ട്രീറ്റ് ലെവലാണ്. ആദ്യം അവേക്കൻ സോളായിരുന്നു, പിന്നെ അത് ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ ഒരു ടോപ്പിക്കിൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. സോ ആ ഒരു ടോപ്പിക്കാണ് ചെയ്യുന്നത്. അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവർ നിങ്ങളെ സ്പൈയിങ് ചെയ്യുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്പൈയിങ് ചെയ്യുന്നുണ്ടോ? ഫേക്ക് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. സോ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഒന്ന് ക്ലെൻസ് ചെയ്യട്ടെ. ഓക്കെ, ക്ലെൻസ് ചെയ്ത് എപ്പോഴും ക്ലെൻസ് ചെയ്യണം നമ്മൾ. കാരണം കുറേ പേരുടെ എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ക്ലെൻസ് ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലെൻസിങ്, ഒരു സിംഗിങ് ബൗൾസിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓറയിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ അതും പേടിച്ചോടും. ക്ലെൻസിങ് നടന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുക, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ? ഡു ദേ സ്പൈങ് യു? യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്, കളക്റ്റീവായിട്ടുള്ള മെസ്സേജസ് ആണ്. ഡു ദേ സ്പൈങ് യു? സ്പൈ ചെയ്യുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ടോ? അവർ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ ഡിവൈൻ, ആൻസർ തരൂ. യെസ്, അവർ ഓൾറെഡി ബ്രോക്കൺ സിറ്റുവേഷനിലാണ്. അവർക്ക് ഭയങ്കര പെയിനും കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 3 ഓഫ് സോർഡ്സ് ആണ്. അവരുടെ ഹൃദയത്തിൽ 3 സിറ്റുവേഷൻസ് ആയിരിക്കാം, 3 പേരായിരിക്കാം. അത്രയും അങ്ങോട്ട് റൈറ്റ്, ലെഫ്റ്റ്, സെൻറ്ററിലും അങ്ങോട്ട് മുറിച്ചിട്ടേക്കുന്ന ഹൃദയം അവരുടെ ഫീലിംഗ്. ഇനി അവർ സ്പൈ ചെയ്യുന്നുണ്ടോ? യൂണിവേഴ്സ് സ്പൈയിങ് ചെയ്യുന്നുണ്ടോ? ഡു ദേ സ്പൈയിങ്? നോക്കാം. യെസ്, ഇവരുടെ ഹൃദയം മാത്രമല്ല, അവരുടെ തല തൊട്ട് കാല് വരെ അവരെ കെട്ടിയിട്ട ഒരവസ്ഥയാണ് കാണുന്നത്. നോക്കൂ, വരുന്ന കാർഡ്സ് ഫുൾ സോർഡ്സ് ആണല്ലോ. 3, 8, 10, 9 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് വാർഡ്സ്. എനിക്ക് തോന്നുന്നു അവർ ചെയ്യാൻ ചാൻസസ് ഉണ്ട് ഹെർമിറ്റ്. കാരണം അവരുടെ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ അവർ നോക്കും നിങ്ങൾക്കും അങ്ങനെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ അഡോർ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. 2 ഓഫ് സോർഡ്സും സ്ട്രെങ്ത്തും തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ്സ് ഇപ്പോൾ ഇന്നലെ കുറേ പേഴ്സണൽ റീഡിങ്ങുകൾ ചെയ്തു, അപ്പോഴും ഈ കാർഡ്സുകൾ വരുന്നുണ്ട്. 2 ഓഫ് സോർഡ്സ്. കുറേ പേര് ഇപ്പോഴത്തെ ഒരു എനർജി വെച്ചിട്ട് നോർമൽ ഇപ്പോൾ ഇത് കാണുന്നവർ നോർമൽ പേഴ്സൺസ് ഉണ്ടായിരിക്കും, സ്പിരിച്വലി പോകുന്നവരുണ്ടായിരിക്കും. എൻ്റെ ചാനലിൽ കൂടുതലും സ്പിരിച്വലായിട്ട് പോകുന്ന ആൾക്കാരുടെ ഒരു ചാനൽസ് ആയിട്ടാണ്. കാരണം കൂടുതലും എനിക്ക് അങ്ങനത്തെ മെസ്സേജസാണ് വരാറ്, സ്പിരിച്വലി ഹീലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 ഓഫ് സോർഡ്സ് ആദ്യം വന്നത് കൊണ്ടും 3 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. അവർ വളരെ വളരെ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, എൻ്റെ വീട് റോഡ് സൈഡിലാണ്. അപ്പോൾ വണ്ടികളുടെയും കുട്ടികളുടെയൊക്കെ ബഹളങ്ങൾ കേൾക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിള്ളേർ പോകുന്നുണ്ട്, കുറേ പിള്ളേർ. KTSM ക്ലാസ്സാണെന്ന് തോന്നുന്നു. അത് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. ഓക്കെ, നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞല്ലോ ഇന്നലത്തെ റീഡിങ്ങിലും ഏതാണ്ട് സിമിലാരിറ്റി ഉണ്ട്. കാരണം ഈ പറയുന്ന കാർമിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി, ഈ പറയുന്ന ആൾക്കാർ അവരെ കൂടെ 24 അവേഴ്സും ഉണ്ടായിട്ടില്ല. അവർക്ക് സിറ്റുവേഷൻ, കുഞ്ഞു വിഷമങ്ങൾ, കുഞ്ഞു കെയറിങ്ങിൻ്റെ മൊമെൻറ്റ്സ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. കാരണം അതൊക്കെ അവർ ആഗ്രഹിച്ച് പോയിട്ട് അവർക്കിതൊന്നും കിട്ടണില്ല. 10 ഓഫ് സോർഡ്സ് വരെ എത്തുന്നത്. 3ൽ നിന്ന് 3, 8 പിന്നെ 10ലേക്കാണ് ചാട്ടം. ഇത് ഫുള്ള് സോർഡ്സ് ആണ്. ഇൻ്റലക്ച്വലി ആയിട്ട് തിങ്ക് ചെയ്യാണ്. അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം, കമ്മ്യൂണിക്കേറ്റ് എങ്ങനെ ചെയ്യണമെന്ന് അറിയുന്നില്ല. അത്രയും അവർ വിഷമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് കണ്ണ് തന്നെ കാണുന്നില്ല. ഇതിലിപ്പോൾ സ്പൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പൈ ചെയ്യണമെന്നൊക്കെ ഉണ്ട് മനസ്സിൽ, പക്ഷെ അവരെ കണ്ണ് കെട്ടിയിട്ടേക്കില്ല. കണ്ണ് തുറന്നാലല്ലേ നിങ്ങൾ കാണാൻ സാധിക്കുള്ളൂ. അവരെ അടിമുടി ഒരു ഇത് കാണുന്നവരിൽ കുറേ പേർക്കൊക്കെ ചിലപ്പോൾ ബ്ലാക്ക് മാജിക് എനർജീസോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസോ അല്ലെങ്കിൽ അവരുടെ തന്നെ ചിന്തകളിൽ അവർ എന്താ പറയുക കെട്ടിയിട്ട അവസ്ഥയായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. കാരണം വളരെ ആയിട്ട് അപ്പോൾ അവർ സ്പൈ ചെയ്യാനൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് കണ്ണുണ്ടെങ്കിലല്ലേ കാണാൻ സാധിക്കുള്ളൂ. അവരെ കണ്ണൊക്കെ മൂടി വെച്ചിരിക്കുകയാണ് ഈ തേർഡ് പാർട്ടി ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടിയിട്ട്. അപ്പോൾ അവർ വളരെ മോശം അവസ്ഥയിലാണ്. കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. കാരണം ഹൃദയം പോയി, ശരീരം പോയി, ആത്മാവിനെ അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. കാരണം എല്ലാം മായാലോകത്ത് കൊണ്ടിട്ടേക്കണം. അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് മറ്റു പല ആൾക്കാരാണ്.
അവർക്ക് അതുകൊണ്ട് സ്ട്രെങ്ത് ഒക്കെ ഇല്ലാതെയായി, അവരുടെ ശക്തി ഇല്ലാതെയായി, അവർക്ക് തന്നെ അവരുടെ ചോയ്സ് കൊണ്ടാണ് വന്നത്. ടു ഓഫ് സോഡ്സ് ഉണ്ട്, അവരുടെ തന്നെ തെറ്റായ തീരുമാനം കൊണ്ടാണ് അവർ ലൈഫിൽ വന്നത്. അത് അവർ തെറ്റ് തന്നെയാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഭയങ്കര പെയിനായിട്ടൊക്കെ അവർ പോകുന്നുണ്ട്. അപ്പോൾ സ്പൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ തോതിലൊക്കെ സ്പൈങ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം അവർ ചുറ്റും ഇവരാകുമ്പോൾ നിങ്ങളെക്കുറിച്ച് നോക്കാനുള്ളൊരു സമയമോ അല്ലെങ്കിൽ സന്ദർഭമോ കിട്ടാത്തൊരവസരം വരും. അപ്പോൾ അതും നിങ്ങളെക്കുറിച്ചിട്ടും അറിയാതെ ആകുമ്പോഴും ആരോടും ചോദിക്കാനും സാധിക്കില്ല. അപ്പോൾ അതും വളരെയായിട്ട് അവരെ ഡൗൺ ആക്കുന്നുണ്ട്. അവർക്ക് മരിച്ചാൽ മതി എന്നുള്ളൊരു അത്രയും മോശം എനർജിയിലേക്ക് പോകുന്നുണ്ട്. 10 ഓഫ് സോഡ്സ് ആണ്. കാരണം ഈ ഒരു സമയം ഞാൻ പറഞ്ഞല്ലോ കർമ്മ ഇയറാണ്. സാറ്റേൺ റിട്രോഗ്രേഡ് ആയതുകൊണ്ട് ചെയ്തതിൻ്റെ എല്ലാം കർമ്മ അനുഭവിക്കുന്ന സമയമാണ്. നല്ല കർമ്മയാണെങ്കിൽ നല്ല കർമ്മ കിട്ടുന്നുണ്ടായിരിക്കും, എനിക്ക് മോശ കർമ്മയായിട്ടാണ് തോന്നുന്നത്. 10 ഓഫ് സോഡ്സ് വളരെ ബാഡ് കാർഡാണ്. സോഡ്സിൽ വളരെ ഡെഡായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വരെ വരുന്നത്, അവരുടെ ശരീരം തളർന്നു പോകുന്ന സിറ്റുവേഷൻസ് വരാം, എന്തെങ്കിലും സർജറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതായിട്ട് അത്രയും ബോഡി ഇങ്ങനെ എന്താ പറയുക ശരശയ്യയിൽ കിടക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് കേട്ടോ. ആൻഡ് പക്ഷേ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, ഏസ് ഓഫ് വാൻസ്, പിന്നെ അവർക്ക് ഹെർമീറ്റാണ്. അവർക്ക് ഇത്ര നാളും ഇല്ലാത്തൊരു പെയിന്. കാരണം ഇപ്പോൾ ഇതിന് സ്പിരിച്വലി പോയ കുറച്ച് പേർക്ക് അറിയാൻ പറ്റും, ഓ എൻ്റെ ലൈഫിൽ വന്ന പ്രശ്നങ്ങൾ ഇതുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇവർക്കതൊന്നും അറിയില്ല. അപ്പോൾ അവർ പേടിക്കുകയാണ്, ആരും സപ്പോർട്ട് തരുമെന്ന് വിചാരിച്ച ആൾക്കാർ കൂടുതൽ ഇവരെ ഡൗൺ ആക്കുക ചെയ്യുന്നത്. അയ്യോ ഇങ്ങനെ വന്നാൽ ഇനിയിപ്പോൾ ഇങ്ങനെയോ സംഭവിക്കാം. ആരും ഇവരൊന്ന് ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ എന്താ പറയുക ഇറ്റ് വിൽ പാസ്, അല്ലെങ്കിൽ ഇത് മാറും, ഇതും കടന്നു പോകുമെന്ന് പറയാനും സമാധാനിപ്പിക്കാനും ആരുമില്ല. അപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാകുന്നത്. അപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നോക്കാനും ശ്രമിക്കുന്നത്. അവർ നോക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, നോക്കുന്നുണ്ട്. പക്ഷേ അവർ കണ്ണ് കെട്ടിയിട്ട അവസ്ഥ ആയതുകൊണ്ട് അവർക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളെക്കുറിച്ച് കാണാൻ സാധിക്കുന്നില്ല. അവർ മനക്കണ്ണുകൊണ്ടാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. അവരുടെ ഉള്ളിലെ സോളിലൂടെയാണ് നിങ്ങളായിട്ട് ടോക്ക് ചെയ്യുന്നത്. അവർ ഡ്രീംസിലൊക്കെ വരുന്നുണ്ടായിരിക്കും. അവരെന്തെങ്കിലും ടെലിപ്പതി മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടായിരിക്കും. കാരണം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സോൾ ട്രാവൽ ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾ കുറേ പേര് സ്വപ്നം കാണുന്നൊക്കെ ഉണ്ടായിരിക്കും. കാരണം അവരിപ്പോൾ മെച്ചൂർഡ് അന്നൊരു മെച്ചൂരിറ്റി ഉണ്ടായിരുന്നില്ല, കുട്ടികളെയായിരുന്നു. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, മെച്ചൂരിറ്റിയിലേക്ക് അവർ വരുന്നുണ്ട്. ഇനി അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ആണ് വരുന്നത്. ഏസ് ഓഫ് വാൻസ് ഉണ്ട്, ഹെർമിറ്റ് ഉണ്ട്, ഇൻട്രോസ്പെക്ഷൻസ്, അവരുടെ ഇൻറ്റ്യൂഷൻസ് ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് എന്താ പറയുക ഓപ്പൺ ആവുന്നുണ്ട്. പല കാര്യങ്ങളും ഇൻറ്റ്യൂഷനായിട്ട് അവർക്ക് കൂടുതൽ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട്. ഹെർമിറ്റാണ്, സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, റിലാക്സേഷൻ, അലോൺ ടൈം, സെലിബസി ടൈമൊക്കെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കുറേ ഇവർ ഈ സ്ട്രെസ്സ് മാറാൻ വേണ്ടിയിട്ട് പല രീതിയിലും അവർ എന്താ പറയുക ഡിസ്ട്രാക്റ്റഡ് ആക്കിയിട്ടുണ്ട് അവരെ തന്നെ സെൽഫ് വാല്യൂ ചെയ്യാതെ കുറേ ഇതിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലൊന്നും ഒരു അർത്ഥമില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഹെർമിറ്റാണ്, ലാസ്റ്റ് ഹെർമിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ട്രെങ്ത്തും പോയി, ഉള്ള എനർജി പോയി, ഉള്ള പൈസ പോയി, എല്ലാം പോയി. അപ്പോൾ ലാസ്റ്റ് അവർക്ക് മനസ്സിലായി യെസ് ദിസ് ഈസ് നോട്ട് ദ വൺ. അപ്പോഴാണ് കൂടുതലും അവർക്ക് ഇങ്ങനെ സിറ്റുവേഷൻ അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു മീൻസ് ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സ്പൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്പൈ ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതലും അവർ നിങ്ങളോട് ഇങ്ങനെ 5D മെസ്സേജസൊക്കെ അയക്കുന്നുണ്ടായിരിക്കും. സോറി എനിക്കിങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയും. കാരണം അവർക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ഒന്നും പറയാൻ സാധിക്കില്ല. സോഷ്യൽ മീഡിയ കൂടി ഇപ്പോൾ സാഹചര്യത്തിൽ പറ്റുന്നില്ല. അവരത്രയും ഡൗൺ ആണ്. ഫോൺ പോലും കണ്ണ് തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ കണ്ടു. രണ്ടിലും കണ്ണ് കെട്ടിയിട്ട അവസ്ഥയാണ്. മേ ബി തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലുമൊക്കെ എനർജീസ് ഇതാക്കിയിട്ടൊക്കെ ലൈഫ് ലെസൺസ് ഒക്കെ പഠിക്കാൻ വേൾഡ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കാർഡിലും പല ലോകങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക. കറക്റ്റ്ലി നെക്സ്റ്റ് ഞാൻ കാർഡ് എടുത്തു. അവർക്ക് എവേക്കണിങ് ആണ് കടന്നു പോകുന്നത്. അവർക്ക് നല്ല രീതിയിൽ എവേക്കണിങ് ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹെർമിറ്റ് മോഡ് വന്നിട്ടുള്ളത്. ഹെർമിറ്റും എവേക്കണിങ്ങും ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചേഞ്ചസ് ആണ്. അവർ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ പേർക്ക് യൂണിയൻ കാർഡ് ഉണ്ട്. നത്തിങ് ടു വെറി അബൌട്ട്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു സോൾ കോൺട്രാക്റ്റ് ആണ്. അതുപോലെ പ്ലെയർ, അവരെ കുറച്ച് നാളൊക്കെ പ്ലെയർ എനർജി ആയിരുന്നു. നിങ്ങളെയും പറ്റിച്ചു, അവരെയും പറ്റിച്ചു, എല്ലാവരും പറ്റിച്ച് ലാസ്റ്റ് അവർക്ക് നല്ലൊരു പണി കിട്ടി. അപ്പോൾ പ്ലെയർ എനർജിയാണെന്ന് തോന്നുന്നുണ്ട്. അവരിൽ ആ ഒരു റോസ് കത്തിപ്പോവാണ്. അവർക്ക് തന്നെ ഞാനൊരു പ്ലെയർ ആയിരുന്നു, അവരെ പറ്റിച്ചില്ല എന്നൊക്കെ തോന്നുകയാണ്. കുറച്ച് പേർക്ക് ട്വിൻ ഫ്ലെയിം റെക്കഗ്നിഷൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ആയിട്ടൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് കുറേ പേർക്ക് കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായതുകൊണ്ടാണ് ഇവിടേക്ക് ടൈമും കാര്യങ്ങളും സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അവർ സ്പൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം സ്പൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അത്ര എന്താ പറയുക വലിയ തോതിലല്ല. അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ ഈ ഒരു എനർജി ആയതുകൊണ്ട് ഇതിൽ നിന്ന് കടന്ന് വരികയാണെങ്കിൽ ഡയറക്റ്റ് അവർ നിങ്ങളെ കോൾ ചെയ്യാനും കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സ്ലോ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ഏസ് ഓഫ് വാൻസ് പുതിയൊരു തുടക്കം എടുക്കാനും ആക്ഷൻ എടുക്കാനൊക്കെ അവർ തയ്യാറാകും. ഓക്കെ,
അതൊക്കെയാണ് കാണിക്കുന്നത് കാർഡ്സിൽ. അപ്പോൾ എനിക്കിത് ഈ ഒരു മെസ്സേജസ് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ നല്ല രീതിയിൽ ഹീലിംഗ് ആവശ്യമാണ്. ഇപ്പോൾ കുറേ പേര് പുതിയ ആൾക്കാരൊക്കെ ടാരോ റീഡിങ്സിന് വരുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഒക്കെ വരുമ്പോൾ മെയിനായിട്ട് നമുക്ക് അവർ എനർജി ടാപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് വളരെ ലോ എനർജിയിലാണ്. ഒരു കുഞ്ഞേ കാര്യം വരുമ്പോഴേക്കും കോഡിപ്പെൻഡൻ്റ് ആവുക. അയ്യോ, എന്ത് സംഭവിക്കാം. നമുക്ക് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ സോൾ. ഈ സോൾ എന്ന് പറയുന്ന ആത്മാവിരിക്കുന്ന 2 പിരികത്തിൻ്റെ നടുക്കിലുള്ള ഒരു ഗ്ലാൻഡിൻ്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയും. അവിടെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിലേക്ക് നമ്മൾ പടച്ചു വിടുമ്പോൾ നമ്മളെ കൂടെ ഏഞ്ചൽസോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കൃഷ്ണനെയോ ശിവനോ അല്ലെങ്കിൽ അള്ളാ അല്ലെങ്കിൽ ജീസസ്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിവൈൻ സോഴ്സ് ഉണ്ടാവും. അവരും ഉണ്ടായിരിക്കും. ഈ 2 പേരാണ് ഉണ്ടാവുക. അവർക്ക് ഡയറക്റ്റ് വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ സബ് ലെവൽസിൽ ഉണ്ടാവുന്ന ഏഞ്ചൽസ്, ഏഞ്ചൽസ്, മൈക്കിൾ, അങ്ങനെ പല പല ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇവർ 2 പേരെയാണ്, ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. പക്ഷേ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളിങ്ങനെ നിരന്തരം നുണ പറയുന്നു അല്ലെങ്കിൽ കണ്ട കാര്യങ്ങളിൽ പ്രതികരിക്കാനുള്ളിടത്ത് പ്രതികരിക്കാതെയൊക്കെ ആകുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അടയും. പിന്നെ നമുക്ക് ഇൻറ്റ്യൂഷൻസ് വർക്ക് ചെയ്യില്ല. അതാണ് കുറേ പേർക്ക് ഒരു 3-4 പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ ഇൻറ്റ്യൂഷൻസ് വർക്ക് ആവില്ല, കംപ്ലീറ്റ്ലി ഷട്ട് ഓഫ് ആവും. അപ്പോൾ ഇൻറ്റ്യൂഷൻസ് വർക്കാതെയാവും, നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് അറിയില്ല. നിങ്ങളുടെ ആത്മാവിനെല്ലാം അറിയാൻ സാധിക്കും, പക്ഷേ നമ്മുടെ നിരന്തരമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു ആക്ഷൻ കാരണം അതും സ്റ്റോപ്പ് ആവും. സെക്കൻഡാണ് ഡിവൈൻ ആയിട്ടുള്ള നമ്മൾ സ്പിരിറ്റ് ഗൈഡ്സും കാര്യങ്ങളും. അപ്പോൾ അവരും ഗൈഡ് ചെയ്യുമ്പോൾ അവരും പറയുന്നത് നമ്മൾ കേൾക്കാതെ ചെയ്യുമ്പോൾ ലാസ്റ്റ് പിന്നെ അവരും അവിടെ നിന്ന് നീങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവുന്ന അവസ്ഥ. അപ്പം പിന്നെ നമ്മൾ പോകുന്ന തീരുമാനങ്ങൾ ലോജിക്കലി ആയിരിക്കും. ലോജിക്കലി ചെയ്യുമ്പോൾ എല്ലാം മിക്കതും തെറ്റാണ് ആവുക. എപ്പോഴും ആണ് ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗട്ട് ഫീലിംഗ്. ഗട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ വയറ്റിൽ ആ ഒരു ഫീലിംഗ് വരും, ചെയ്തോളൂ, ഇപ്പോൾ ചെയ്യണ്ട. ഇപ്പോൾ ചിലവരെ പ്രസൻസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പേടി വരും, കാരണം അത് നല്ല എനർജി അല്ല. ചിലവരുടെ പ്രസൻസ് നമുക്ക് വളരെ ഹാപ്പിയാവും, ഫസ്റ്റ് ടൈം അവർ കാണുന്നുണ്ടാവും, പക്ഷെ വളരെ ഹാപ്പിയാവും. ബിക്കോസ് ദേ പോസസ് എ ഗുഡ് പോസിറ്റീവ് എനർജി. അപ്പോൾ അതൊക്കെയാണ് എനർജിയിലത്. അപ്പോൾ എനർജി വെച്ചിട്ടാണ്, എല്ലാം എനർജിയാണ്. ഓരോ ഇപ്പോൾ ഈവൻ ഈ ഫോണാണെങ്കിൽ ഇപ്പോൾ എനർജിയാണ്, ഇലക്ട്രിക്കൽ എനർജി, എല്ലാം എനർജിയാണ്. അപ്പോൾ എനർജിയാണ് നമ്മളവിടെ എന്താ പറയുക നമുക്ക് അവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ കുറേ പേരുടെ എനർജി വളരെ ലോ ആയിട്ടാണ് വരാറ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നത്തിങ് ടു വറി ആവുക, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നന്നായിട്ട് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാതെ നിങ്ങൾ കുറേ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, അവരവരെ കാര്യം നോക്കി പോകുമ്പോൾ പിന്നെ നമുക്ക് ഒറ്റപ്പെടലാവും, പെയിനാവും. അതൊക്കെയാണ് പിന്നെ മെൻ്റലി ഇഷ്യൂസസ് വരും. പിന്നെ നിങ്ങൾ ഡിപ്രസീവായിട്ടുള്ള മെഡിസിൻസ് കഴിക്കേണ്ടി വരും. അങ്ങനെ കുറേ പേരെ കഥകൾ കേൾക്കാറുണ്ട്. അപ്പോൾ കുറേ പേർക്ക് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്തവർ മെഡിസിൻസ് പോലും കഴിക്കുന്നവർ സ്റ്റോപ്പ് ചെയ്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ബേസിക്കലി ഒരു MBBS സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തെറാപ്പി സെഷൻസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോ റീഡിങ്സ് വേണമെങ്കിൽ അതും കോൺടാക്ട് ചെയ്യാം. ടാരോ കോഴ്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ടാരോ കോഴ്സ് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു ഇത് സ്പൈയിങ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ സ്പൈയിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വലിയ തോതിലല്ല. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് തന്നെ എനർജി ഇല്ല, ഫോൺ എടുത്ത് നോക്കാനുള്ളൊരു എനർജി അവർക്കില്ല. അവർ അത്രയും തളർന്ന് കിടക്കുകയാണ്. പക്ഷെ അവർ മെൻ്റലി നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് വ്യാകുലപ്പെടുന്നുണ്ട്. ഓക്കെ, അതില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, അതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്സിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, സോ താങ്ക് യു.